കൊള്ളാം. ഇനി അടുത്തത്. കൊള്ളാം. തല ഒന്ന് ചെരിച്ച. കൈ താഴ്ത്തി വെക്കുന്നേ. ഞാനൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. സ്വല്പം കൊണ്ട് ചെരിഞ്ഞ് എടുത്തേ. കണ്ണട കണ്ണട. കണ്ണടക്കാനല്ല പറഞ്ഞത്, കണ്ണട എടുത്തു വെക്കാൻ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നേ. ഇനി എന്റെ കയ്യിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കണം. മാറി മാറി നോക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നെഗറ്റീവ് ഫോട്ടോ എടുക്കാം. ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. റാംജി, നമ്മളൊന്ന് ഹോളിവുഡിലേക്ക് അയച്ച മറ്റേ ഫോട്ടോയുടെ റിപ്ലൈ ഒന്നും ഇതുവരെ കിട്ടിയില്ലല്ലോ. കിട്ടില്ല. അതെന്താ? അതല്ലേ മോനെ ഭഗവാന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. പരീക്ഷണോ? ഇന്ന് വരെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ കഥ എടുത്ത് നോക്കിയാൽ അത് ഞാൻ രക്ഷപ്പെടുത്തിയവരുടെ ആയാലും മറ്റാരുടെ ആയാലും ആ വിജയകഥകൾക്കൊക്കെ പിന്നിൽ ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടം ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. കുറെയൊക്കെ ഞാൻ ഈ സിനിമാ വാരികളിൽ വായിച്ചിട്ടുണ്ട്. അതാണ്. അപ്പോ നിനക്ക് വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ ഇപ്പൊ എടുത്ത ചികിത്സ ഒക്കെ നന്നായിരിക്കും അല്ലേ? അല്ല, ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ ആർക്കൊക്കെ അയക്കണം? അയക്കണ്ടേ? അയക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അതിനെ കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ ഇപ്പൊ തന്ന 500 കൊണ്ട് ഒന്നും ആവൂല. നീ ഇതിനു മുമ്പ് ഇവിടെ വന്ന് എടുത്ത സ്റ്റിൽസിന്റെ ഒക്കെ പണം കുറെ എനിക്ക് കിട്ടാനുണ്ട്. ബാലൻസ് തുക ഉടനെ കിട്ടണം. അത് ഉടനെ എത്തിക്കാൻ. ഹലോ. റാംജി. പ്രിയന 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 ഏത് പ്രിയൻ? പ്രിയദർശൻ, സംവിധായകൻ. പുതിയ ഹിന്ദി പടത്തിന്റെ വർക്കിനെ കുറിച്ച് പറയാൻ വിളിച്ചതാ. അമിതാഭ് ബച്ചന്റെ ഡേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ആദ്യം പ്രിയൻ ചെന്ന് കഥ പറയൂ. എന്റെ കാര്യം കൂടി ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കൂ പ്രിയ. അമിതാഭിന്റെ ജോഡി ഐശ്വര്യ റോയോ. ഐശ്വര്യ റോയുടെ കാര്യം പറയണ്ട, ഞാനും അവരുമായിട്ട് ഉടക്കില്ല, അറിയാലോ. എന്റെ കാര്യം കൂടി പ്രിയ, നമ്മുടെ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെന്തായി? ഓ ശരി ശരി, അത് മതി അത് മതി. ഓക്കെ ഓക്കെ. മോനെ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പ്രിയദർശന്റെ അടുത്ത പടത്തിൽ നീയായിരിക്കും നായകൻ. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ട മോനെ, ഈ സ്നേഹം മാത്രം മതി. ബച്ചി മുതൽ എത്രയോ പേര് നെഞ്ചി ചവിട്ടി കയറി പോയിരിക്കുന്നു. ആരാ ഈ ബച്ചി? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ എന്താ ചേട്ടന്റെ നെഞ്ചി ചവിട്ടിയെ? അതൊരു നീണ്ട കഥയാണ്. ഹേ ഭഗവാൻ, മേരാ സൂര്യനെ ആശീർവാദ് കരോ. അപ്പൊ ഞാൻ രക്ഷപ്പെടും അല്ലേ റാംജി? വെറുതെ രക്ഷപ്പെടുന്നല്ല, ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. മോനെ, നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല. പിന്നെ? നീ ജനിക്കേണ്ടവനേ അല്ല.